അപ്പോൾ ഗൈസ് വെൽക്കം ബാക്ക് ടു ഇൻഫോവെൽത്ത്. ഇൻഫർമേഷൻ എപ്പോഴും ഒരു സമ്പാദ്യമാണ്. ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത് എന്തെന്ന് വെച്ചാൽ 20 ഇയേഴ്സ് ഓൾഡ് കാറിൻ്റെ സ്റ്റോക്ക് ഹെഡ്ലൈറ്റ് റീസ്റ്റോറേഷൻ ആണ്. ആകെ മങ്ങിയിരിക്കുകയാണ് ഹെഡ്ലൈറ്റ്. സോ അതെങ്ങനെയാണ് വീട്ടിൽ തന്നെ നിങ്ങൾക്ക് റീസ്റ്റോർ ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഒരു വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കാണാൻ പോണത്. സോ നിങ്ങളിപ്പോൾ കാണുന്ന ഈ ഹെഡ്ലൈറ്റ് ഓൾറെഡി ഞാൻ റീസ്റ്റോറേഷൻ ചെയ്തതാണ്. ഇനിയിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഏതെന്ന് വെച്ചാൽ ഇതാണ്. പാസഞ്ചർ സൈഡത്തെ ഹെഡ്ലൈറ്റാണ് റീസ്റ്റോർ ചെയ്യാൻ പോകുന്നത്. ഇതിൽ നിങ്ങൾക്കിപ്പോൾ കാണുമായിരിക്കും നല്ല സ്ക്രാച്ചസ് ഉണ്ട്, ചെറിയ സ്ക്രാച്ചസ് ഉണ്ട്. ആകെ ഡിമ്മായിട്ടുണ്ട് ഈ ഹെഡ്ലൈറ്റ്. കുറേ സ്ക്രാച്ചസ് ഉണ്ട്. പിന്നെ കുറച്ച് ഡീപ്പായിട്ടുള്ള 2 സ്ക്രാച്ചും ഉണ്ട്. ഇതിൽ നല്ലോണം ഡീപ്പായിട്ട് സ്ക്രാച്ചസും ഉണ്ട്. സോ പിന്നെ കുറേ ചെറിയ ഇവിടെയൊക്കെ നല്ലോണം കുറേ ചെറിയ സ്ക്രാച്ചസ് ഉണ്ട്. പിന്നെ ഒരു യെല്ലോയിഷ് ആയിട്ടുണ്ട് ഈ ഹെഡ്ലൈറ്റ്. അതേപോലെ തന്നെ ഇത് ഞാൻ ഓൾറെഡി ചെയ്തതാണ്. റീസ്റ്റോർ ചെയ്തതിന് ശേഷം നല്ലോണം ബ്രൈറ്റ്നസ് കൂടിയ മാറിയുണ്ട്. പിന്നെ കുറച്ച് ന്യൂ മാറി, അതായത് പണ്ടത്തെ ഒരു 20 ഇയേഴ്സ് ഓൾഡ് ഹെഡ്ലൈറ്റ് മാറി ഇല്ല, ഇത് കാണാൻ കുറച്ച് പുതിയ ഹെഡ്ലൈറ്റ് മാറി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ശരിക്കും എൻ്റെ ഹെഡ്ലൈറ്റ് ഞാൻ ചേഞ്ച് ചെയ്യണമെന്ന് വെച്ചത്. കാരണം എന്തെന്ന് വെച്ചാൽ ആകെപ്പാട് മങ്ങിയിട്ടും പിന്നെ അത് ഈ മങ്ങൽ കാരണം എനിക്ക് നൈറ്റ് സമയങ്ങളിൽ ഞാൻ ഹെഡ്ലൈറ്റിൻ്റെ ബ്രൈറ്റ്നസ് ഈ റോട്ടിലേക്ക് പോകണില്ല. കാരണം ഹെഡ്ലൈറ്റ് ഒരു ഡിമ്മായി മാറിയും, കാരണം ബ്രൈറ്റ്നസ് ഒക്കെ നല്ല വളരെ കുറഞ്ഞ മാറിയുമായിരുന്നു ഫീൽ. കാരണം എനിക്ക് അത്രയും മങ്ങിപ്പോയിരുന്നു ഹെഡ്ലൈറ്റ്. ഇത് ചെയ്തതിന് ശേഷം നല്ലോണം ബ്രൈറ്റ്നസ് കൂടിയ മാറിയ എനിക്ക് ഫീൽ വന്നിട്ടുണ്ട്. ഫീൽ വന്നതല്ല, ശരിക്കും നല്ലോണം കൂടിയിട്ടുണ്ട്. സോ ഞാൻ എന്താ വിചാരിച്ച പറഞ്ഞാൽ ഈ സ്റ്റോക്ക് ഹെഡ്ലൈറ്റ് ആണ്. സോ ചേഞ്ച് ചെയ്ത ഇപ്പോൾ കമ്പനി ഹെഡ്ലൈറ്റ് ഇപ്പോൾ ഞങ്ങൾ നോക്കുക എന്താ വെച്ചാൽ ഒരു സിംഗിൾ പീസിന് 2000 rupees ഉണ്ട്. സോ അല്ലെങ്കിൽ ആഫ്റ്റർ മാർക്കറ്റ് സാധനം വാങ്ങണം, അതിന് ഏകദേശം 1500 അങ്ങനെ ഉണ്ടാവും. അപ്പോൾ അതിലും ഭേദം നമുക്കൊരു അറൗണ്ട് എത്ര ഒരു 700-800 rupees ഉണ്ടെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് വീട്ടിൽ ചെന്ന് 2 ഹെഡ്ലൈറ്റും പുതിയതുമാതിരി റീസ്റ്റോർ ചെയ്യാം. സോ നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നത്, പിന്നെ അതിന് എന്തൊക്കെ സാധനങ്ങളാണ് ആവശ്യം എന്നുള്ളത് നമുക്ക് നോക്കാം. സോ ആദ്യം തന്നെ നമുക്ക് ആവശ്യം എന്തെന്ന് വെച്ചാൽ ഈ ഒരു കോമ്പൗണ്ട്, അതായത് ഈ ഒരു ക്രീമാണ് നമുക്ക് ആവശ്യം. ഇതിൻ്റെ പേരാണ് 3M പെർഫെക്റ്റ് ഇറ്റ് 1 സ്റ്റെപ്പ് ഫിനിഷിംഗ് കോമ്പൗണ്ട്. ഇതിൻ്റെ പേര് 3M 1 സ്റ്റെപ്പ് ഫിനിഷിംഗ് കോമ്പൗണ്ട് എന്നാണ് ഇതിൻ്റെ പേര്. ഇതിന് അറൗണ്ട് 200 rupees നമുക്കിത് ആമസോണിൽ നിന്നും പർച്ചേസ് ചെയ്യാം. 100 grams 206 rupees ആണ് ഇതിൽ കൊടുത്തത്. അറൗണ്ട് ഡിസ്കൗണ്ട് ഒക്കെ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് എന്താ വെച്ചാൽ ഇത് 200 rupees ആമസോണിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ കിട്ടും. സോ ഇതാണ് മെയിൻ സംഭവം. സോ ഇത് നമുക്ക് എന്താ വെച്ചാലും ഇത് ആവശ്യമുണ്ട്. ഈ വീഡിയോ ഇത് ചെയ്യാനുണ്ടെങ്കിൽ, ഈ റീസ്റ്റോർ ചെയ്യാനുണ്ടെങ്കിൽ എന്താ വെച്ചാലും ഈ കോമ്പൗണ്ട് ആവശ്യമാണ്. സോ അതിൻ്റെ ഒപ്പം നമുക്ക് ഒരു ആദ്യം നമ്മൾ ഇത് തേച്ചിട്ടാണ് നമ്മുടെ ഹെഡ്ലൈറ്റ് ഉരയ്ക്കുക. നല്ലോണം വാട്ടർ ചേർത്തിട്ടാണ് ഉരയ്ക്കുന്നത്. സോ സാൻഡ് പേപ്പർ വാങ്ങുമ്പോൾ വെറ്റ് ആൻഡ് ഡ്രൈ സാൻഡ് പേപ്പർ നിങ്ങൾ വാങ്ങിയാൽ അത്രയും നല്ലത്. അതിനുശേഷം ഒരു ഡ്രില്ലർ ആവശ്യമുണ്ട്. ഈ ഡ്രില്ലർ എന്തിനാ എന്ന് ആവശ്യമില്ലതെന്ന് വെച്ചാൽ നമുക്ക് ഇങ്ങനത്തെ കുറച്ച് പാഡ് ആവശ്യമുണ്ട്. സോ ഈ പാഡ് ഈ ഡ്രില്ലറിൽ നമുക്കിങ്ങനെ ഫിറ്റ് ആക്കിയിട്ട് നമുക്ക് സാൻഡ് പേപ്പർ ചെയ്തതിന് ശേഷം നമുക്ക് ഈ പാഡ് യൂസ് ചെയ്തിട്ട് ഒന്നും കൂടി ആ ക്രീം തേച്ചിട്ട് നമുക്ക് ഒന്നും കൂടി നൈസ് ആക്കിയിട്ട് എടുക്കാം ഹെഡ്ലൈറ്റ്. സോ ആദ്യം നമുക്ക് ഡ്രില്ലർ ആവശ്യമുണ്ട്. ഡ്രില്ലർ നിങ്ങൾക്ക് വേണമെങ്കിൽ വാടകയ്ക്ക് അങ്ങനെയൊക്കെ വാങ്ങാം. ഒരു ദിവസം വാടകയ്ക്കൊക്കെ ഡ്രില്ലർ വാങ്ങാം. അതുപോലെ തന്നെ ഈ സംഭവം ഈ പാഡ് നിങ്ങൾക്ക് വേണമെങ്കിൽ അറൗണ്ട് 300-400 rupees നിങ്ങൾക്ക് ആമസോണിൽ നിന്ന് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. ഞാൻ വേണമെങ്കിൽ ഇതിൻ്റെ ലിങ്ക് ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. സോ നിങ്ങൾക്ക് ഈ 3 പാഡും പർച്ചേസ് ചെയ്യാം. അതിൽ ഞാൻ യൂസ് ചെയ്യുന്ന പാഡ് ഇതാണ്. സോ ഒരു ഹെഡ്ലൈറ്റ് ക്ലീൻ ആക്കാൻ ഓൾറെഡി ഞാൻ യൂസ് ചെയ്തതാണ് ഈ പാഡ്. അതിനുശേഷം ഒരു മൈക്രോ ഫൈബർ ക്ലോത്ത് വേണം ജസ്റ്റ് ഒന്ന് തുടയ്ക്കാനൊക്കെ. പിന്നെ കുറച്ച് വാട്ടറും വേണം, വെള്ളവും വേണം. അപ്പോൾ ഗൈസ് ആദ്യം തന്നെ ഈ സാൻഡ് പേപ്പർ ഉണ്ടല്ലോ, ഈ 2000 ഗ്രിഡിലെ സാൻഡ് പേപ്പർ നല്ല വെള്ളത്തിൽ നല്ലോണം ഡിപ്പാക്കി വെക്കുക. അതിനുശേഷം ഒന്ന് ഫോൾഡ് ചെയ്യുക. അതിനുശേഷം ഒന്ന് നല്ലോണം ഇങ്ങനെ ഒരു 4 അല്ലെങ്കിൽ ഒരു ജസ്റ്റ് ഒന്ന് കയ്യിൽ ഇങ്ങനെ നമുക്ക് പിടിക്കാൻ പറ്റുന്ന മാതിരി ഫോൾഡ് ചെയ്യുക. പിന്നെ നല്ലോണം വെള്ളം ഇങ്ങനെ ഒന്ന് ഇതാക്കിയിട്ട് ഈ ഹെഡ്ലൈറ്റിൽ ജസ്റ്റ് ഇങ്ങനെ ക്ലോക്ക് വൈസ് നമ്മൾ ഏത് ഡയറക്ഷനിലാണ് ഞങ്ങൾ ക്ലീൻ ആക്കുന്നത് അതേ ഡയറക്ഷനിൽ ഞങ്ങൾ മറ്റേ പാഡ് വെച്ചിട്ട് ഞങ്ങൾ ഡ്രിൽ ചെയ്യണം. സോ ഇപ്പോൾ ഞാൻ ക്ലോക്ക് വൈസ് ആണ് ചെയ്യുന്നത്. സോ ക്ലോക്ക് വൈസിൽ ഇങ്ങനെ റൗണ്ട് ആയിട്ട് ഇങ്ങനെ ഇതാക്കുക. ഇതിങ്ങനെ ഇങ്ങനെ വാട്ടർ ഇങ്ങനെ ഉണ്ടാവണം ഇതിൽ. സോ വാട്ടർ കുറച്ച് കുറവാകുമ്പോൾ നിങ്ങൾ ഒന്നുകൂടി വാട്ടർ ഇങ്ങനെ കോരിയിട്ട് ഇതിന് മേലെ കൂടി ഇങ്ങനെ ഒഴിച്ചാൽ മതി. ജസ്റ്റ് ഇങ്ങോട്ട് ഒന്നുകൂടി നല്ലോണം ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. നല്ലോണം ചെയ്യുക. എവിടെയൊക്കെ സ്ക്രാച്ചസ് ഉണ്ട് അവിടെയൊക്കെ നല്ലോണം ചെയ്യുക. സ്ക്രാച്ച് ഇല്ലാത്ത ഭാഗത്തും യെല്ലോ ഇഷ്യൂ ഉണ്ടാവും, അതൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുക. അപ്പോൾ നിങ്ങളിങ്ങനെ ചെയ്യുമ്പോൾ തന്നെ ഒരു വൈറ്റ് ലിക്വിഡ് ഇങ്ങനെ ഒഴുകുണ്ടാവും.
ഒരു വൈറ്റ് സംഭവം, അതൊരു ലെയറാണ്, ഇതിൻ്റെ മുകളിലത്തെ ലെയറാണ് ഇതിങ്ങനെ പോണത്. അതായത് അഴുക്കും പിന്നെ കുറേ സ്ക്രാച്ചസും ആയ ഒരു യെല്ലോയിഷൊക്കെ ആയ ഒരു ലെയറാണ് ഇതിങ്ങനെ പോണത് നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ. സോ ഒന്നുകൂടി നല്ലോണം ചെയ്ത് കൊടുക്കുക. ഇവിടെയൊക്കെ നല്ല സ്ക്രാച്ചൊക്കെ ഉണ്ട്, അപ്പോൾ സ്ക്രാച്ചുള്ള സ്ഥലത്തൊക്കെ നല്ലോണം ചെയ്ത് ഇങ്ങനെ കൊടുക്കുക. അപ്പോൾ ഈ വൈറ്റ് ഇങ്ങനെ പോയിക്കോട്ടെ, സംഭവം ഇതിങ്ങനെ പോകണം. നിങ്ങൾ ഇതൊന്ന് ഈ വൈറ്റ് ഇങ്ങനെ പോകണം കണ്ടിട്ട് ഒന്നും ഇതാവണ്ട, ഇത് കണ്ടിന്യൂ ചെയ്യുക, ഇതേപോലത്തെ നല്ലോണം ചെയ്യുക. നല്ല ക്ലോക്ക് വൈസ് ആയിട്ട് നല്ല റൗണ്ടായിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടേ പോവുക. അങ്ങനെ സ്ക്രബിങ് കംപ്ലീറ്റ് ആയി. അതായത് 2000 സാൻഡ് പേപ്പറിൽ സ്ക്രബ് ചെയ്തത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി കുറച്ച് നേരം ഇത് തുടച്ചിട്ടൊന്ന് ഡ്രൈ ആവാൻ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഈ സ്ക്രബിങ് കഴിഞ്ഞതിന് ശേഷം അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ ഈ മൈക്രോ ഫൈബർ ക്ലോത്ത് എടുക്കുക. ക്ലോത്ത് എടുത്തിട്ട് നല്ലോണം ഒന്ന് റബ്ബാക്കുക. അതായത് ഫുൾ കംപ്ലീറ്റ് ആയിട്ട് ഇതിൻ്റെ മുകളിലെ വാട്ടറൊക്കെ ഒന്ന് കളയണം, വെള്ളമൊക്കെ പോകണം. അതുകൊണ്ട് നല്ലൊരു വെട്ട് മൈക്രോ ഫൈബർ ക്ലോത്ത് എടുത്തിട്ട് നല്ലോണം റബ്ബാക്കി കൊടുക്കുക. റബ്ബാക്കി കൊടുത്തതിന് ശേഷം ഒരു 5 അല്ലെങ്കിൽ 10 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ഈ കളറില്ല, അതായത് നല്ല മങ്ങി വരും. അതായത് ഇതിന് മുകളിലത്തെ അഴുക്കൊക്കെ പോയിട്ട് ഇതൊരു സ്ക്രാച്ച് ഇങ്ങനെ ആക്കുമല്ലോ നിങ്ങളിപ്പോൾ. അതായത് സ്ക്രബ് ആക്കുമ്പോൾ ഫുൾ സ്ക്രാച്ചസ് ആവുമല്ലേ, അതിൻ്റെ മുകളിലത്തെ അഴുക്കുമ്പോൾ പിന്നെ അതിൻ്റെ മുകളിലത്തെ ഇതൊക്കെ ഡസ്റ്റൊക്കെ പോയിട്ട് ഫുള്ള് ഒരു മങ്ങിയിട്ടായിട്ട് വരും. സോ അതുവരെ നമ്മൾ കാത്തിക്കുക. ഒരു 5 to 10 മിനിറ്റ്സ് വെയിറ്റ് ആക്കുക മാക്സിമം. അപ്പോൾ ഇത് ഫുള്ള് ഇങ്ങനെ ഒരു വൈറ്റ് ഒരു ഫോഗായിട്ട് ഇങ്ങനെ വരും. ഇപ്പം തന്നെ ഓൾറെഡി ഒരു യെല്ലോ ഇഷ്യൂ പോയിട്ടുണ്ട്, പക്ഷെ എന്നാലും നല്ല ക്ലീൻ ആയിട്ടുണ്ട്. പക്ഷെ നോക്കി ഇവിടെയൊക്കെ ഒരു വലിയ 2 സ്ക്രാച്ച് ഉണ്ട്, അതൊക്കെ നല്ലോണം ലൈറ്റ് ആയിട്ടുണ്ട്. ആ സ്ക്രാച്ച് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവില്ല, എന്താ വെച്ചാലും അതാ മങ്ങി ഇങ്ങനെ വരുന്നുണ്ട്. അത് ഇവിടെ നിന്ന് നോക്കിയാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. നോക്കി ഇതിൻ്റെ ഒരു തെളുക്കും പിന്നെ ഇതെങ്ങനെ ആയത് നോക്കി, ഫുള്ള് ഫോഗ് പിടിച്ച പോലെ, ഫുള്ള് മഞ്ഞിങ്ങനെ പിടിച്ച പോലെ ആയിട്ടുള്ളത് സംഭവം. അതിൻ്റെ മുകളിൽ ഞങ്ങൾ സ്ക്രബ് ആക്കിയുണ്ട് അത് അങ്ങനെ. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ പറയുന്നത്, പോളിഷ് ചെയ്യണം. സോ നമുക്ക് ഇതൊന്ന് ഉണങ്ങുന്ന വരെ ഇനി നമുക്ക് ഡ്രില്ലർ മെഷീനൊക്കെ നമുക്ക് സെറ്റാക്കാം. സോ ഈ പാഡാണ് ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത്. സോ ഇത് ഇനി ഡ്രില്ലർ മെഷീനിൽ ഇട്ടിട്ട് ഞാൻ എല്ലാം സെറ്റാക്കിയിട്ട് വെക്കട്ടെ. അപ്പോൾ നമ്മുടെ ഹെഡ്ലൈറ്റ് ഇപ്പോൾ നല്ലോണം ഡ്രൈ ആയി തുടങ്ങി. ഇപ്പോൾ നിങ്ങൾക്ക് കാണുന്നില്ല, നല്ലോണം ഫോഗ് പിടിച്ച പോലെ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഡ്രില്ലിംഗ് മെഷീനും പിന്നെ അതിൻ്റെ പാഡും എല്ലാം സെറ്റായിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. സോ ഡ്രില്ലിംഗ് മെഷീനൊക്കെ സെറ്റായിട്ട് റെഡി ആയിട്ട് പവർ കണക്ഷനൊക്കെ കൊടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ക്രീം തേച്ച് കൊടുക്കാം. നമുക്കിനി ക്രീം തേച്ച് കൊടുക്കുന്ന സ്റ്റെപ്സ് നോക്കാം. അതായത് ജസ്റ്റ് ഇതിങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് ഒരു അധികമൊന്നും വേണ്ട, ജസ്റ്റ് ഇങ്ങനെ കുറച്ചിട്ട് ഇങ്ങനെ തേച്ച് കൊടുക്കുക. ഇങ്ങനെ തേച്ച് ഇങ്ങനെ കൊടുക്കുക. ക്രീം ഫുൾ എല്ലാ ഭാഗത്തും ആവണ മാതിരി ഇങ്ങനെ തേച്ച് കൊടുക്കുക. ഇവിടെയൊക്കെ നല്ലോണം തേച്ച് കൊടുക്കുക. നല്ലോണം തേച്ചിട്ട് ഇങ്ങനെ കൊടുക്കുക. ഈ സംഭവം ഈ ക്രീം സാധാരണ ഞങ്ങളെ ബോഡി പോളിഷ് ആക്കാനും പറ്റും. കാറിൻ്റെ ബോഡിയും ഇത് ഈ ക്രീം നമുക്ക് പോളിഷ് ചെയ്യാൻ പറ്റും. സോ അതിനും പറ്റിയ ഒരു ക്രീമാണ്. ഓക്കെ, അപ്പോൾ ഞങ്ങളിത് തേച്ചിട്ട് ഞങ്ങളിത് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത എന്താണെന്ന് വെച്ചാൽ ഡ്രില്ല് ചെയ്ത് തുടങ്ങാം. സോ ഞാനത് ക്യാമറ ഒരു സ്റ്റാൻഡിൽ ഞാൻ വെക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഡ്രില്ലിങ് തുടങ്ങാൻ പോവാണ്. സോ നമുക്ക് അതായത് പോളിഷ് തുടങ്ങാൻ പോവാണ്, പോളിഷ് ചെയ്യുന്നത്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഒരു മീഡിയം സ്പീഡിൽ ഇങ്ങനെ ചെയ്തു പോവാം. എല്ലാം ഒരു മീഡിയം സ്പീഡിൽ, ഫുള്ള് നല്ലോണം സ്പീഡ് വേണമെന്നില്ല. അപ്പോൾ ഒരു മീഡിയം സ്പീഡിൽ ഇങ്ങനെ ചെയ്തു പോവാം. നല്ലോണം സ്പീഡ് വേണമെന്നില്ല, ഒരു മീഡിയം സ്പീഡിൽ ഇങ്ങനെ ചെയ്തു പോവാം. കണ്ടോ ഗൈസ്, എത്ര മാറ്റമുണ്ട് ഇപ്പോൾ. മറ്റേ ഒരു ഫോഗൊക്കെ ഇപ്പോൾ പോയി തുടങ്ങിയില്ലേ. വേറെ കാര്യം ശ്രദ്ധിക്കണം, എന്തെന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ സ്ക്രബ് ചെയ്തത് ക്ലോക്ക് വൈസ് ആണ്. സോ സെയിം ഡയറക്ഷനിൽ തന്നെ ഡ്രില്ല് ചെയ്യാനും നിങ്ങൾ ശ്രമിക്കണം. അതായത് സെയിം ഡയറക്ഷനിൽ തന്നെ നിങ്ങൾ ചെയ്യണം, അത് നല്ലതാണ്. സോ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഇത് കുറച്ച് ബാക്കിയുണ്ട്, സോ അതും കണ്ടിന്യൂ ചെയ്യണം.
അപ്പോൾ അങ്ങനെ ഡ്രില്ലിംഗ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതായത് നമ്മളിപ്പോൾ ചെയ്ത പോളിഷ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സോ നമുക്ക് അത് എത്രമാത്രം റിസൾട്ട് കിട്ടിയെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ കണ്ടില്ലേ, ഇതാണ് ഞാൻ ആദ്യം ചെയ്തു വെച്ചത്. ഇതാണ് നമ്മൾ ചെയ്തത്. നമ്മൾ റീസ്റ്റോർ ചെയ്ത ഈ ഹെഡ്ലൈറ്റ് ആണ്. പാസഞ്ചർ സൈഡിൽ ഫുൾ ക്ലീൻ ആയിട്ടുണ്ട് സംഭവം. നോക്കി, ഇവിടെ ഒരു സ്ക്രാച്ച് ഒക്കെ ഉണ്ടായിരുന്നു. ഇവിടെ ഒരു വലിയൊരു സ്ക്രാച്ച് ഉണ്ട്. അതിപ്പോൾ ചെറുതായിട്ടുണ്ട്. സ്ക്രാച്ച് കംപ്ലീറ്റ് ആയിട്ട് പോയിട്ടില്ല, പക്ഷെ ആ വലിയ സ്ക്രാച്ച് ഒന്ന് ചെറുതായിട്ടുണ്ട്. പിന്നെ ഇവിടെ നിറയെ ചെറിയ കുഞ്ഞു സ്ക്രാച്ച് ഉണ്ടായിരുന്നു. സോ അതൊക്കെ കംപ്ലീറ്റ് ആയിട്ട് പോയിട്ടുണ്ട്. ഇപ്പം അങ്ങനെ സ്ക്രാച്ച് ഒന്നും കാണാനില്ല. പിന്നെ അത് മാത്രമല്ല, ഈ മഞ്ഞ ഒരു നല്ലോണം മങ്ങി കിടക്കുന്ന സംഭവമാണ്. അതൊക്കെ ക്ലീൻ ആയിട്ട് പോയിട്ടുണ്ട്. ആ മഞ്ഞൊക്കെ നല്ല തിളക്കം വന്നിട്ടുണ്ട്. അതായത് ഒരു 20 years ഓൾഡ് കാറിൻ്റെ സ്റ്റോക്ക് ഹെഡ്ലൈറ്റ് ആണ് എന്നും ആരും പറയാൻ പറ്റൂല. അത്രമാത്രം ക്ലീൻ ആയിട്ട് പോയിട്ടുണ്ട് സംഭവം. അപ്പോൾ നിങ്ങൾക്കും ഈസി ആയിട്ട് വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റിയ ഒരു റീസ്റ്റോറേഷനാണ് ഈ ഹെഡ്ലൈറ്റ് റീസ്റ്റോറേഷൻ. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. അതുപോലെ തന്നെ ഇത് എങ്ങനെ ചെയ്യുക എന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തത് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. സോ ഇതുപോലത്തെ വ്യത്യസ്തമായ വീഡിയോയുമായി അടുത്ത വീഡിയോയിൽ കാണാൻ. അൺടിൽ ദെൻ സൈനിങ് ഓഫ് സുർജിത്. ബൈ ബൈ.